ജീവിതത്തിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്ന ചിലതിനോട് വല്ലാത്തൊരിഷ്ടം തോന്നും. ഒരിക്കലും നഷ്ടപ്പെടുത്താൻ കഴിയാത്തൊരിഷ്ടം. ആ ഇഷ്ടങ്ങൾക്കൊന്നും ഒരിക്കലും പകരമൊന്നും ഉണ്ടാവില്ല മോനെ. ചിലപ്പോ തന്നോടൊരു അനുകമ്പ തോന്നിട്ടൊക്കെ ആയിരിക്കും. ഓ സമ്മതിച്ചു. ഇയാള് വണ്ടി ഓടിച്ചാട്ടെ. നേരെ ചൊവ്വേ വണ്ടി ഓടിക്കാൻ അറിയാത്ത തനിക്കൊക്കെ ലൈസൻസ് എന്നും മോട്ടോർ വകുപ്പിനെ പറഞ്ഞാൽ മതിയല്ലോ. ഡ്രൈവറാണത്ര ഡ്രൈവർ. അതെ, താനും കൂടുതൽ അഹങ്കരിക്കൊന്നും വേണ്ട. താൻ രമാമ്മയുടെ പവറിൽ നടക്കുന്നെങ്കിലും അവിടുത്തെ കുശിനിക്കാരിയാ, അതും മറക്കണ്ട. കുശിനിക്കാർക്ക് എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്ന് അവരുടെ കൈപുണ്യത്തില തന്നെ പോലുള്ളവര് 4 നേരം സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നത്. ഇല്ലെങ്കിൽ കാണായിരുന്നു പ്രമേഹവും അൾസറും ഗ്യാസും ഒക്കെ ആയിട്ട് ആശുപത്രി മുഴുവൻ കയറി ഇറങ്ങുന്നത്. അയ്യോ മതിയേ. എങ്കിൽ താൻ നിർത്തിക്കോ. ആ നിർത്തി. ഓടക്കുഴൽ വിളി കേട്ടോ രാധേ എൻ രാധേ രാധേ. അയ്യോ ഒരു പാട്ടുകാരൻ, ഒന്ന് നിർത്തിക്കേ. താങ്കടദത്തം ആ തിന്നം തത്തം, താങ്കടദത്തം ആ തിന്നം തത്തം, താങ്കടദത്തം ആ തിന്നം തത്തം, താങ്കടദത്തം ആ തിന്നം തത്തം. കൊട്ടാരവും കോടികളും ഈ നാരി സ്വപ്നം കണ്ടതാ. അതിനുവേണ്ടി തന്നെയാ യുദ്ധം തുടങ്ങിയതും ചതിയിലൂടെ പലരെയും കൊന്നൊടുക്കിയതും. ഒരു സുപ്രഭാതത്തിൽ കൊട്ടാരത്തിൽ ഒരു അവകാശി അവതരിച്ച ആ അവതാരത്തിന് നിലത്ത് കാലുറപ്പിക്കാനുള്ള സമയം കൊടുക്കാൻ പാടില്ല. നരിയേട്ടാ, നമ്മൾ വിചാരിച്ചാലും അപകടകാരിയാണ് ആ വൈദേഹി തമ്പുരാട്ടി. നോട്ടത്തിൽ തന്നെ ഒരു പകയുണ്ട്. വ്യക്തമായ മറുപടികളും തെളിവുകളൊന്നും കിട്ടിയില്ലെങ്കിലും ആള് സാധാരണക്കാരി അല്ലെന്ന് ബോധ്യമായി. എന്റെ അറിവുകൾ തെറ്റല്ലെങ്കിൽ അറിവിലും ആയോധന കലയിലും പ്രാഗൽഭ്യം തെളിയിച്ചവളാണ് വൈദേഹി തമ്പുരാട്ടി. കണ്ണിൽ കനലും പെണ്ണിന്റെ ചൂരും ചൂടുമുള്ളവൾ. അറിവും ആയുധ പരിശീലനവും ചൂരും ചൂടും ഉണ്ടായിട്ട് എന്താ കാര്യം? ആയുസ് വേണ്ടേ? നരിയേട്ടാ സൂക്ഷിക്കണം. പുലിയും സിംഹവും കടുവയൊക്കെയുള്ള കാട്ടിൽ നിർഭയം വിഹരിക്കുന്നവനാ നരി. കൗശലവും ചതിയും കൊണ്ട് മാത്രം ആരെയും തോപ്പിച്ച ചരിത്രമേ നരിക്കുള്ളൂ. ഈ നരിയുടെ കൗശലങ്ങൾ വൈദേഹി തമ്പുരാട്ടി മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. തിരിഞ്ഞോടാൻ നരി ആദ്യം ഒരു വിസിലടിക്കും. ജീവനി കൊതിയുണ്ടെങ്കിൽ വൈദേഹി തമ്പുരാട്ടി കളം വിടും. ഇല്ലെങ്കിൽ പത്മയൂഹത്തിൽ അകപ്പെട്ട അഭിമന്യുവിന്റെ അവസ്ഥയായിരിക്കും വൈദേഹി തമ്പുരാട്ടിക്കും. കുരുതിക്കല്ലൊരുങ്ങും. രാജരക്തം കൊണ്ട് നനഞ്ഞ നരിയുടെ കൈകൾ വീണ്ടും പനിനീരിൽ മുക്കി കഴുകിയെടുക്കും ഞാൻ. അപ്പൊ ശിവദാസൻ എടോ താൻ പോവാണോ? അമ്മ 2-3 പ്രാവശ്യം വിളിച്ചു. ഞാൻ പോയി അമ്മയൊന്ന് കണ്ടിട്ട് വരട്ടെ. ഞാൻ വരണോ? അയ്യോ വേണ്ടായേ. എടാ നീ ഇത് എവിടായിരുന്നു? എനിക്കൊന്ന് പുറത്തു പോണായിരുന്നു. ഒരുങ്ങി ഇറങ്ങിയപ്പോ കാറ് കാണാനില്ല. അയ്യോ, അച്ഛൻ പുറത്തു പോകുന്ന കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ.
സോറി അച്ഛാ. പിന്നെ ഏത് കാലത്തെ പോയ അച്ഛൻ? ആ പോയില്ല. ആ സാരമില്ല, യാത്ര നാളത്തേക്ക് മാറ്റി. അല്ല, ഞാൻ പലപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചതാ, അച്ഛൻ എന്താ ഈ കാറിനോട് ഇത്ര ഇഷ്ടം വരാൻ? പലപ്പോഴും ചോദിക്കണമെന്ന് വെച്ചതല്ലല്ലോ, നീ ഈ കാര്യം പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണല്ലോ. ജീവിതത്തിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്ന ചിലതിനോട് വല്ലാത്തൊരിഷ്ടം തോന്നും. ഒരിക്കലും നഷ്ടപ്പെടുത്താൻ കഴിയാത്തൊരിഷ്ടം. ആ ഇഷ്ടങ്ങൾക്കൊന്നും ഒരിക്കലും പകരമൊന്നും ഉണ്ടാവില്ല മോനെ. ആ, അച്ഛനോട് ഒരു കാര്യം പറയാൻ മറന്നു. ഇന്ന് ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. ആരെ? വാ പറയാം. ഇലവദേശം കൊട്ടാരത്തിലെ ഇളയ തമ്പുരാട്ടി, വൈദേഹി തമ്പുരാട്ടി. അല്ല, ചിന്നുവിടെ ചന്ദ്രാമേ? നിനക്കെന്താ, അവളെ കണ്ടാലേ ഭക്ഷണം ഇറങ്ങത്തുള്ളോ? അല്ലേലും ചിലർക്ക് അങ്ങനെയാ, വീട്ടുവേലക്കാരികളെ കണ്ടാലേ ഭക്ഷണം ഇറങ്ങും. നല്ല വിശപ്പ്, ഭക്ഷണം എടുക്കുക ചന്ദ്രാമേ. മഹി പറഞ്ഞ ശരിയാ, എനിക്ക് നല്ല വിശപ്പാ. ചിലപ്പോ ഈ ചൂടിന്റെ ആയിരിക്കും വിശപ്പ് കൂടുതലേ. വയറ് നിറഞ്ഞാ പിന്നെ കൂർക്കം വലിച്ചൊരു ഉറക്കമായിരിക്കും നേരം വിളിക്കുന്നത് വരെ. ഭൂകമ്പം വന്നാ പോലും പിന്നെ അറിയത്തില്ല. ഭദ്രേട്ടൻ ഉണർന്നു കഴിഞ്ഞ ശേഷമാ ഞാനൊന്ന് ഉറങ്ങുന്നേ. അത്രയ്ക്ക് കൂർക്കം വലിച്ചുള്ള ഉറക്കമാ. ചുമ്മാതെ കുഞ്ഞോളെ ഇതൊക്കെ. ഇവള് കാട്ടിൽ കണ്ട അപ്പ ഉറങ്ങും. പിന്നെ ആന ചവിട്ടിയെ പോലും അറിയത്തില്ല. ഞാൻ തന്നെ എത്ര തവണ ചവിട്ടിയിരിക്കുന്നു. എവിടെ എഴുന്നേൽക്കാൻ? ശാപമാണ് ശാപം. ആ, അർജുനേട്ടൻ വന്നല്ലോ. ചേട്ടൻ ഇരിക്കേ. ചേട്ടൻ അങ്ങനെ ആരും ഇരുത്താനൊന്നും നോക്കണ്ട, ചേട്ടൻ ഇരുന്നോളൂ. അർജുൻ സർ, സാർ ഇരിക്കേ. ഭക്ഷണം കഴിക്കുന്ന നേരത്തേലും ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ?